ഞാൻ ചെയ്ത വീഡിയോ എടുത്തിട്ട് അദ്ദേഹം റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം അതിനകത്ത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യാനാണ്. അതായത് യൂട്യൂബിലുള്ള പെയ്ഡ് ലൈവുകൾ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ, ഫേസ്ബുക്കിലുള്ള ലൈവുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ടൂളാണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് കല്യാണം കഴിക്കാത്ത ആളുകൾ, ഭാര്യ മരിച്ചുപോയ ഭർത്താക്കന്മാർ, അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ കണ്ടുകൊണ്ട് അവർക്കൊരു നിർവൃതി അടയാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് പേയ്മെന്റ് അടച്ച് ഈ സാധനങ്ങൾ പോയി കാണുന്നത് തെറ്റില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ടോപ്പിക് രേണുസുതിയാണ്. താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു വീഡിയോ കാണുക, അല്ലാത്തവർ ദയവ് ചെയ്ത് സ്കിപ്പ് അടിച്ചു പോവുക. അല്ലാതെ ഈ ഒരു വീഡിയോ കണ്ട ശേഷം ഇതിന് താഴെ ദയവ് ചെയ്ത് നിങ്ങൾ നെഗറ്റീവ് കമന്റ് ഇടരുത്. കാരണം ഈ ഒരു വീഡിയോ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുമെന്ന് ഞാൻ ഇതിന് മുൻപേ പറഞ്ഞിട്ടുള്ളതാണ്. രേണുസുതിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് അവർ തന്നെ സ്വമേധയാ വന്ന് വെളിപ്പെടുത്തിയ ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്ക് അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് ഈ പൊതുസമൂഹത്തിനെ കൊണ്ട് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അന്ന് അവരത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്യും. അതിന് കാരണവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കാണ്ട് യാതൊരു നിർവാഹവും ഇല്ലാത്തൊരു വ്യക്തിയാണ്. കാരണം എനിക്ക് യൂട്യൂബിൽ നിന്ന് ലക്ഷക്കണക്കിന് വരുമാനവും മറ്റു കാര്യങ്ങളും ഒന്നും തന്നെ കിട്ടുന്നില്ല. ആകെപ്പാടെ എനിക്കൊരു തവണയാണ് എൻ്റെ യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടിയത്, അതും 13,000 രൂപ. അതിനുശേഷം എനിക്ക് ഇതുവരെ പേയ്മെന്റ് കിട്ടിയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് അവരെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാണ്ട് പറ്റില്ല. നമ്മുടെ സീക്രട്ട് ഏജന്റ് സായിച്ചേട്ടനൊക്കെ ചെയ്താണ് അവരെ ഹെൽപ്പ് ചെയ്യാണ്ട് എന്നെ കൊണ്ട് യാതൊരു നിർവാഹവുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എൻ്റെ ഒരു മാസത്തെ യൂട്യൂബ് വരുമാനം വേണമെങ്കിൽ പോലും അവർക്ക് കൊടുത്തേനെ. പക്ഷെ എന്നെ കൊണ്ട് അതിനുള്ള നിവൃത്തിയില്ലാത്തൊരു വ്യക്തിയാണ്. കാരണം എൻ്റെ ട്രീറ്റ്മെന്റ് നടത്താൻ പോലും എന്നെ കൊണ്ട് സ്വന്തമായിട്ട് ക്യാഷ് നടത്താൻ പറ്റുന്നില്ല. എൻ്റെ അനുജനും അമ്മയൊക്കെ ജോലിക്ക് പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇന്ന് അവരുടെ ചാനലിനകത്ത് ഒരു വീഡിയോ ഞാൻ കണ്ടു. അത് യൂട്യൂബ് ചാനലിനകത്തല്ല ഞാൻ കണ്ടത്, ഇൻസ്റ്റാഗ്രാം പേജിനകത്താണ്. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ അവർ ഒരു വ്യക്തിയെ കാണാണ്ട് നല്ല രീതിക്ക് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മറ്റാരെയല്ല, കിച്ചുവിനെ. എന്തായാലും നമുക്ക് രേണുസുതിയുടെ ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷെ വിവാദമാക്കാൻ പറഞ്ഞതല്ല. അവനോട് എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക. ആരും അത് വിവാദമാക്കരുത്. എനിക്ക് എൻ്റെ ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ല. ഒരുപാട് പേരെന്നോട് ചോദിച്ചു വന്നോ എന്ന്. കിച്ചു ഇല്ല, വന്നിട്ടില്ല. എന്തോ ഫേക്ക് ന്യൂസ് ആയിരുന്നു. എന്തുവാകട്ടെ, കിടക്കുമ്പോഴത്തേനൊന്ന് വന്ന് കാണാൻ ആർക്കാണേലും എത്രയോ പേര് എന്നെ സ്നേഹിക്കുന്നു. എത്രയോ പേര് എവിടെ നിന്നൊക്കെ വന്ന്. പിന്നെ എനിക്ക് ഈ ഇൻഫെക്ഷൻ പറ്റാത്തതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് എൻ്റെ റൂമിൽ വാതുക്കെ നിൽക്കുന്നത്. എനിക്ക് ഒത്തിരി കൈത്താങ്ങൽ, എനിക്ക് ഈ അവസരത്തിൽ ഒത്തിരി കൈത്താങ്ങൽ എൻ്റെ വീട്ടിൽ, എൻ്റെ ചേച്ചി, എൻ്റെ ചേട്ടൻ, എൻ്റെ അമ്മ, എൻ്റെ പപ്പ. ഞാനൊന്ന് കരയുമ്പോൾ ഓടി വരും അവർ. അതുപോലെ എൻ്റെ മാനേജർ കരീഷ്മ, മാനേജർ എന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ എൻ്റെ സഹോദരൻ, ഇപ്പം ഈ ക്യാമറ എടുക്കുന്ന എൻ്റെ ഒരു സഹോദരനാണ്. അവൻ ഒരു പ്രതിഫലം പോലും ചോദിക്കാതെ. പക്ഷെ എനിക്ക് ഇവരോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് പിന്നെ അപ്പുറത്തെ തിരുമേനിയുടെ കൂടെയുള്ള കുട്ടി. അപ്പോൾ എനിക്ക് കിച്ചുവിനോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് നീ നിന്റെ വാശിയും മറ്റു കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഇവരെ ഒന്ന് പോയി കാണുക. ഒന്നുമില്ലേലും നിന്നെ 11 വയസ്സ് തൊട്ട് കുറച്ചു കാലം നോക്കിയ ഒരു സ്ത്രീയല്ലേ നിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന്. അതുകൊണ്ട് തന്നെ നിന്റെ വാശിയെല്ലാം മാറ്റി വെക്കുക. എടാ, എനിക്കും വാശിയുണ്ട്, പല കാര്യങ്ങളുണ്ട്. ഞാൻ അങ്ങനെ എല്ലാ കാര്യത്തിലും നല്ല പിടിവാശിയുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ചില സിറ്റുവേഷനിൽ നമ്മൾ ആ പിടിവാശിയെല്ലാം ഒന്ന് മാറ്റി വെക്കണം. പിന്നെ അതുകണക്ക് തന്നെ രേണുസുതി എന്ന് പറയുന്ന വ്യക്തി ചില കാര്യങ്ങളിൽ എനിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകണക്ക് തന്നെ നിന്നോട് അവർ ചെയ്തതെന്ന് നീ പറഞ്ഞ കാര്യങ്ങൾ, ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ അവർക്കെതിരെ ഒത്തിരി അധികം സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു സാഹചര്യം അതിനു വേണ്ടിയിട്ട് നീ യൂട്ടിലൈസ് ചെയ്യരുത്. നിന്റെ എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും അത് ഇപ്പോൾ തീർക്കരുത്. കാരണം നിന്റെ അച്ഛൻ്റെ ഭാര്യയാണ്, നിന്റെ അച്ഛൻ്റെ വിധവയാണ് അങ്ങനെയുള്ള ആ സ്ത്രീ. അതുകൂടാതെ നിന്റെ സഹോദരൻ്റെ അമ്മയാണ്. ആ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നീ ഒരു വ്യക്തിയുമാണ്. സ്വന്തം അമ്മ നിന്നെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞപ്പോൾ നീ അമ്മയില്ലാതെ വളരാണ്ട് കുറേ അധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതിനുശേഷമാണ് രേണു നിന്റെ അച്ഛൻ്റെ ജീവിതത്തിലോട്ട് വന്നത്. കുറച്ച് നാളെങ്കിലും നിനക്ക് ഒരമ്മയെ കിട്ടിയത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഋതപ്പൻ്റെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. അമ്മയ്ക്ക് ഇപ്പം വേല. ആ സ്ത്രീക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവന് താങ്ങാവേണ്ടത് നീയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് പറഞ്ഞത്, ദയവ് ചെയ്ത്
നീ നിന്റെ വാശിയും വൈരാഗ്യവും മറ്റു കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ച് ചെല്ലുക. അവിടെ വിളിച്ചിട്ട് അല്ലാണ്ട് അവിടെ ഒരു കല്യാണമോ മറ്റു കാര്യങ്ങളോ ഒന്നും അല്ല നടക്കുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നീ അറിഞ്ഞിട്ടുണ്ട് ഇവർക്ക് ഇന്ന പോലെ വയ്യാതിരിക്കുകയാണ്, ക്യാൻസർ ആണ്. അങ്ങനെ അറിഞ്ഞിട്ട് നീ ചെല്ലാതിരിക്കുമ്പോൾ അതൊരു മോശമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ അത് കണക്ക് തന്നെ നീ എന്തെങ്കിലും തരത്തിൽ ആരുടെയെങ്കിലും ഇൻഫ്ലുവൻസ് മുഖാന്തരമാണ് പോകാതിരിക്കുന്നെങ്കിൽ, ആരെങ്കിലും നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് പോകരുത് എന്നൊക്കെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് നീ പോകാൻ പറയുക. അതായത് നിന്റെ ജീവിതത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയിട്ട് നീ ഇപ്പോൾ ഇവർക്കൊപ്പം നിൽക്കുക. നീ ഇവരുടെ സാമ്പത്തികമായിട്ടുള്ള ചികിത്സയുടെ കാര്യങ്ങളോ ഒന്നും നോക്കണമെന്നല്ല പറയുന്നത്. അല്ലാതെ നീ എന്ന് അവരെ സഹായിക്കുക. അവരെ നീ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ആശ്വാസമായിരിക്കും. എന്തിനേറെ പറഞ്ഞത്, രേണുസുധീനെ ആജന്മ ശത്രുവായിട്ട് കണ്ട ബിഷപ്പ്, അദ്ദേഹം പോലും ഇപ്പോൾ എല്ലാം മറന്നുകൊണ്ട് അവർക്കൊരു ആശ്വാസമായിട്ട് അവിടെ വരുന്നുണ്ട്. സുധിയുടെ പ്രാർത്ഥനാ ചടങ്ങുകളിലെല്ലാം അദ്ദേഹം പങ്കെടുത്തതും കണ്ടതാണ്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നീയും അവരുടെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ അവർക്കതൊരു ആശ്വാസവും, ഒരുപക്ഷെ അവർ ഈ രോഗത്തിൽ നിന്ന് വരെ പെട്ടെന്ന് തന്നെ റിക്കവറായിട്ട് തിരിച്ചു വരാണ്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ അവിടെ പോവുക. അപ്പോൾ എനിക്ക് ഈ ഒരു വിഷയത്തിനകത്ത് പറയാനുള്ളൂ. കിച്ചു, നിനക്ക് പറ്റുമെങ്കിൽ അവിടെ പോവുക. അതിൽ കൂടുതൽ നിർബന്ധിക്കാനൊന്നും ഞങ്ങളെ കൊണ്ട് ആരെക്കൊണ്ടും പറ്റത്തില്ല. നിന്റെ ലൈഫാണ്, നിനക്ക് തീരുമാനിക്കാം. പക്ഷെ മറക്കരുത്, നിന്റെ ഒരു സഹോദരൻ അവിടെ ഉണ്ട്. ആ സഹോദരനെ നോക്കേണ്ട അമ്മയാണ് ഈ ഒരു സിറ്റുവേഷനിൽ കിടക്കേണ്ടത്, നിന്റെ അച്ഛൻ്റെ വിധവ. ആ കാര്യം നീ ഒരിക്കലും മറക്കരുത്. അപ്പം ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി എനിക്ക് മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള ഒരു മറുപടിയാണ്. ഇന്ന് രാവിലെ ദിയാസനയുടെ ഇന്റർവ്യൂ എടുത്തു വെച്ചുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്തപ്പോൾ അതിനകത്ത് രേണുസുധിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ, അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. കുറേ അധികം ആളുകൾ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അവരെ ഇനിയും എന്തിനാണ് ഉപദ്രവിക്കുന്നതൊക്കെ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, രേണുസുധി എന്ന് പറയുന്ന വ്യക്തിനെ ഇതിലേക്ക് വലിച്ചിട്ടത് ഞാനല്ല. ദിയാസനയുടെ ആ ഒരു ഇന്റർവ്യൂവിനകത്ത് ഷിംജിതയെക്കുറിച്ച് പറഞ്ഞു. ഷിംജിതയെക്കുറിച്ച് പറഞ്ഞതിനേക്കാളും കൂടുതൽ രേണുവിനെ കുറിച്ചുണ്ടായിരുന്നു. അന്നേരത്തേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഷിംജിത എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് മാത്രം ആ ഒരു കണ്ടന്റ് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഷിംജിതയെക്കുറിച്ച് പറയുന്ന ഒപ്പം തന്നെ അതിനകത്തെല്ലാം രേണുസുധി എന്ന് പറയുന്ന ആൾ കയറി വരുന്നുണ്ട്. അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഞാൻ ആ ഒരു സബ്ജക്റ്റ് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ഞാനല്ല രേണുവിനെ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിഴച്ചത്. അവരെ പലരും വലിച്ചിഴക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം, പിരിവും മറ്റു കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടൊക്കെ പലരും ഇത് വലിച്ചിഴക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ആ ദിയാസനയുടെ ഇന്റർവ്യൂ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത സമയത്ത് സുരേന്ദ്രൻ ലൈറ്റ് മീഡിയ എന്ന് പറയുന്ന ചാനലിനകത്ത് അതിനെക്കുറിച്ച് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ചെയ്ത വീഡിയോ എടുത്ത് വെച്ച് അദ്ദേഹം റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം അതിനകത്ത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യാനാണ്. അതായത് യൂട്യൂബിലുള്ള പെയ്ഡ് ലൈവുകൾ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ, ഫേസ്ബുക്കിലുള്ള ലൈവുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ടൂളാണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് കല്യാണം കഴിക്കാത്ത ആളുകൾ, ഭാര്യ മരിച്ചുപോയ ഭർത്താക്കന്മാർ, അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ കണ്ടുകൊണ്ട് അവർക്കൊരു നിർവൃതി അടയാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് പേയ്മെന്റ് അടച്ച് ഈ സാധനങ്ങൾ പോയി കാണുന്നത് തെറ്റില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ കാണുന്നവർ ധാരാളമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എനിക്ക് അദ്ദേഹത്തിനോട് ആദ്യം തന്നെ പറയാനുള്ളത്, അത്തരത്തിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാണ്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ല ഈ പെയ്ഡ് ലൈവുകൾ, അതങ്ങനെ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനോ ഒന്നും ഈ പറയുന്ന മെറ്റയോ ഗൂഗിളോ അലോ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ ലൈഫിലുള്ള ചെറിയ ചെറിയ മൊമെന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടാം, ചില സ്റ്റോറീസ് ഇടാം, എന്തിനാ പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള ബ്ലൂപ്പർ ഇടാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും തന്നിരിക്കുന്നത്. പിന്നെ ഈ പെയ്ഡ് ലൈവുകൾ എന്ന് പറയുന്നത് ചിലതൊക്കെ ഈ ട്യൂഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിലും എടുക്കാം അതിനകത്ത്. അതായത് മാസം ഒരു ഓൺലൈൻ ട്യൂഷനൊക്കെ എടുക്കുന്ന ആളുകൾക്ക്, കാലം തട്ടിയത്, ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്ന ആളുകൾക്ക് അവർക്ക് ഇതിൽ നിന്നൊരു മന്ത്ലി ഏണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ഇത് പെയ്ഡ് ലൈവ് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുന്ന ഈ ഒരു സാധനത്തിന് കുറേ അധികം ആളുകൾ ചേർന്നുകൊണ്ട് ഇത് മറ്റൊരു തരത്തിലേക്ക് മാറ്റി ചിത്രീകരിച്ചിരിക്കുന്നതാണ്. പിന്നെ അത് അങ്ങ് പറഞ്ഞിട്ടുണ്ട് വേറെ ആരുടെ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ലെന്ന്. എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് തന്നെ ഈ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് മാത്രം തന്നെ ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് രേണുസുധിയുടെ ഉണ്ട്, അങ്ങനെ പലരുടെയും വീഡിയോസ് ഞാൻ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങ് അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ശരി എന്നാൽ ബൈ.